ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 7ാം ക്ലാസ്സിലെ ദ ബ്രിഡ്ജ് ഓവർ ദ ട്രബിൾ വാട്ടർ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുമായി ബന്ധപ്പെട്ട ആ ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. 4 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു തിങ്ക് ദ സോങ് ഈസ് എബൌട്ട്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു തിങ്ക് ദ സിംഗർ മീൻസ് ബൈ being a bridge over troubled water? Third question, how does the singer describes one's role when someone is feeling down? Fourth question, what according to the poet will ease your mind? അല്ലേ, വാട്ട് ഡു യു തിങ്ക് ദ സോങ് ഈസ് എബൌട്ട്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് നിങ്ങൾ ഈ സോങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നത്? ദ സോങ് ഈസ് എബൌട്ട് ഓഫറിങ് കംഫർട്ട്, സപ്പോർട്ട് ആൻഡ് ലവ് ടു സം വൺ ഡ്യൂറിങ് ദ ഡിഫിക്കൽട്ട് ടൈം. അല്ലേ, ഈ എന്താണ് പോയം ഓഫർ ചെയ്യുന്നത് കംഫർട്ട്, സപ്പോർട്ട് ആൻഡ് ലവ് അല്ലേ. അവരുടെ ആ ഒരു എല്ലാ ഘട്ടങ്ങളിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ സ്നേഹിക്കുന്ന അല്ലേ ആളുകളെ കുറിച്ചാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത് അല്ലേ. ദ സോങ് ഈസ് അബൌട്ട് ഓഫറിങ് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ടു സം വൺ ഹു ഈസ് ഇൻ ട്രബിൾ അല്ലേ. ആരാണോ ട്രബിളിൽ പെടുന്നത് ആ സമയത്ത് നമ്മളെ ആരാണോ സഹായിക്കുന്നത് അങ്ങനെയും പറയും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു തിങ്ക് ദ സിംഗർ മീൻസ് ബൈ ബീയിങ് ബ്രിഡ്ജ് ഓവർ ട്രബിൾ വാട്ടർ? സ്പീക്കർ സേസ് ഹി ക്യാൻ ആക്ട് ലൈക്ക് എ ബ്രിഡ്ജ് അല്ലേ, സപ്പോർട്ടിങ് പീപ്പിൾ ടു ഗോ ത്രൂ ദെയർ പ്രോബ്ലംസ്. എന്താണ് പറയുന്നത്? സ്പീക്കർ സേസ് ദാറ്റ് ക്യാൻ ആക്ട് ലൈക്ക് എ ബ്രിഡ്ജ് അല്ലെ, ഒരു പാലം പോലെ പീപ്പിൾ ഏതൊരു പ്രോബ്ലംസിലാണോ ഉള്ളത് ആ സമയത്ത് ഒരു പാലം പോലെ അവർക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടാകും എന്നാണ് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ സിംഗർ ഡിസ്ക്രൈബ് വൺസ് റോൾ വെൻ സമൺ ഈസ് ഫീലിംഗ് ഡൗൺ? അവർ റോൾ ഈസ് ടു സപ്പോർട്ട് ആൻഡ് കംഫോർട്ട് ദോസ് ഹു ആർ ഫീലിംഗ് ഡൗൺ അല്ലേ. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് അക്കോർഡിംഗ് ടു ദ പോയറ്റ് will ease your mind? A perfect companion with whom we could share our sorrow can ease our mind. ഇതിലെ ഫസ്റ്റ് ആക്ടിവിറ്റി, കൊറിയോഗ്രാഫ് ദ സോങ് ഇൻ ദ ക്ലാസ് ഓഫ് സ്കൂൾ ഓഡിറ്റോറിയം. ഈ സോങ് നിങ്ങളോട് അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കൺസിഡർ ദ ഫോളോയിങ് പോയിന്റ്സ് വൈൽ കൊറിയോഗ്രാഫിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഡിസ്കസ് ദ തീം അതിൻ്റെ മെയിൻ ആശയം എന്താണ് ഡിസ്കസ് ചെയ്യണം. സെറ്റ് ദ സീന് സെറ്റ് ചെയ്യണം. പ്ലാൻ കോസ്റ്റ്യൂം ആൻഡ് സ്റ്റേജ് സെറ്റിംഗ്, കോസ്റ്റ്യൂംസും സ്റ്റേജ് സെറ്റിങ്സും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ നിങ്ങളോട് ഇത് ആക്ട് ചെയ്യാനാണ് പറയുന്നത്. അടുത്ത ആക്ടിവിറ്റി എന്താണ്? പിക്ക് ഔട്ട് ദ ഫീൽ ഗുഡ് ആൻഡ് ഫീൽ ബാഡ് സിറ്റുവേഷൻ ഫ്രം ദ സോങ് ആൻഡ് കംപ്ലീറ്റ് ദ ഗിവൺ കോളംസ് അല്ലേ. ഫീൽ ഗുഡ് എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ഐ വിൽ കംഫോർട്ട് യു. ഫീൽ ബാഡ് ഫീലിംഗ് സ്മോൾ അല്ലേ. ഇനി കൂടുതൽ പോയിന്റ്സ് ഫീലിംഗ് ഗുഡും ഫീലിംഗ് ബാഡും സിറ്റുവേഷൻസ് ഈ പാഠഭാഗത്ത് നിന്ന് ഈ പോയത്തിൽ നിന്നും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഫീൽ ഗുഡിൽ എന്തൊക്കെ ഉൾപ്പെടുത്താം? യുവർ ടൈം ഹാസ് കം ടു ഷൈൻ, all your dreams are on their way, I will ease your mind, I am sailing right behind, see how they shine. Feel badilo, when tears are in your eyes, when times get rough, when you are down and down out, when pain is all around, when evening falls so hard അല്ലേ. തേർഡ് ആക്ടിവിറ്റി, റീഡ് ദ ഫസ്റ്റ് സ്റ്റാൻസ അഗെയിൻ. ഫസ്റ്റ് സ്റ്റാൻസ വീണ്ടും നിങ്ങളോട് വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വെൻ യു ആർ വിയറി ഫീലിംഗ് സ്മോൾ, വെൻ ടിയേഴ്സ് ആർ ഇൻ യുവർ ഐസ്, ഐ വിൽ ഡ്രൈ ദം ഓൾ, ഐ ആം ഓൺ യുവർ സൈഡ്, ഹോ വെൻ ടൈംസ് ഗെറ്റ് റഫ് ആൻഡ് ഫ്രണ്ട്സ് ജസ്റ്റ് കാൺ ബി ഫൗണ്ട് അല്ലേ. ലുക്ക് അറ്റ് ദ വേർഡ്സ് ഇൻ ഇറ്റാലിക്. ഇറ്റാലിക്കിൽ എഴുതിയിട്ടുള്ള വേർഡ്സ് ശ്രദ്ധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദേ ആർ എക്സാമ്പിൾ ഓഫ് അലിട്രേഷൻ. അത് നിങ്ങളുടെ അലിട്രേഷൻസിന് എക്സാമ്പിളാണ് അല്ലേ. ഫ്രണ്ട്സ്, ഫൗണ്ട് അല്ലേ. ഫൈൻഡ് ഔട്ട് മോർ സച്ച് എക്സാമ്പിൾസ് ഫ്രം ദ സോങ് ആൻഡ് റൈറ്റ് ദം ഹിയർ. ഇതുപോലുള്ള കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? സെയിൽ ആൻഡ് സിൽവർ അല്ലേ. സെയിൽ ഓൺ സിൽവർ ഗേൾ എന്നുള്ള ലൈനിലാണ്. സീ ആൻഡ് ഷൈൻ, സീ ഹൗ ദേ ഷൈൻ എന്നുള്ള ലൈനാണ്. അടുത്ത ആക്ടിവിറ്റിയാണ് പിക്ക് ഔട്ട് എക്സാമ്പിൾ ഓഫ് refrain from the song Bridge Over Troubled Water and write them below. ഏതൊക്കെ എഴുതാം? ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾ വാട്ടർ, ഐ വിൽ ലേ മീ ഡൗൺ, ഐ വിൽ ഈസ് യുവർ മൈൻഡ്.
അല്ലേ? അടുത്തത് എന്താണ്? റീഡ് ദ ഫോളോവിങ് ലൈൻസ് അഗെയിൻ. വെൻ യു ആർ ഡൗൺ ആൻഡ് ഔട്ട്, വെൻ യു ആർ ഓൺ ദ സ്ട്രീറ്റ്, വെൻ ഈവനിങ് ഫോൾ സോ ഹാർഡ്, ഐ വിൽ കംഫോർട്ട് യു, ഐ വിൽ ടേക്ക് യുവർ പാർട്ട്, ഹോ വെൻ ഡാർക്ക്നെസ് കംസ് ആൻഡ് പെയിൻ ഈസ് ഓൾ അറൗണ്ട്. അല്ലേ? നമ്മൾ പാഠഭാഗത്ത് പഠിച്ച വരികളാണ്. വി ഓഫ്റ്റൺ ഹെൽപ്പ് നീഡി പീപ്പിൾ. അല്ലേ? നമുക്ക് നമ്മളുടെ സഹായം ആവശ്യമുള്ള ജനങ്ങളുണ്ട് അല്ലേ? റീകാൾ സച്ച് ഇൻസ്റ്റൻസ് ഫ്രം യുവർ ലൈഫ്. അങ്ങനെയുള്ള ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഷെയർ യുവർ എക്സ്പീരിയൻസ്. നിങ്ങളുടെ അനുഭവം, ഇവിടെ എക്സ്പീരിയൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വൺസ് ഐ സോ എ ഹംഗ്രി വുമൺ സിറ്റിംഗ് ഇൻ എ സ്ട്രീറ്റ്. I had some extra food with me, so I went over and offered it to her. She was very grateful and thanked me. It made me realize how small act of kindness can make a big difference in someone's life. അല്ലേ? ഞാൻ ഒരു വിശന്നിരിക്കുന്ന ഒരു സ്ത്രീയെ തെരുവിൽ കണ്ടു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ കയ്യിൽ കുറച്ച് കൂടുതൽ ഫുഡ് ഉണ്ടായിരുന്നു. അത് ഞാൻ അവർക്ക് കൊടുത്തു. അത് കൊടുത്തപ്പോൾ അവർ ഭയങ്കര സന്തോഷവും നന്ദിയൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചെറിയ കാര്യം, ചെറിയ ദയ പോലും നമുക്ക് ഒരാളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓൾ ദി ബെസ്റ്റ്.